ഇരിങ്ങാലക്കുട നഗരസഭയിൽ കരാറുകാർ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനാസ്ഥയെന്ന് ബിജെപി എൽഡിഎഫ് അംഗങ്ങൾ. അതേസമയം കരാറുകാർ പണം ലാഭിക്കുന്നതിന് ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാതെ കൊട്ടേഷനിൽ പങ്കെടുക്കുന്നതാണ് കാലതാമസത്തിന് ഇടയാക്കുന്നതെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ. വെള്ളിയാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിലാണ് എഞ്ചിനീയറിംഗ് വിഭാഗം ഉത്തരവാദിത്തം നിറവേറ്റാത്തതാണ് പല കരാറുകാരും ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാത്തതെന്ന് ബിജെപി അംഗം സന്തോഷ് ബോബൻ വിമർശിച്ചു. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും സന്തോഷ് ബോബൻ ചൂണ്ടിക്കാട്ടി. കരാറുകാർക്ക് നൽകാനുള്ള ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്നത് മൂലമാണ് കരാറുകാർ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതെന്ന് എൽഡിഎഫ് അംഗം സി ഷിബിൻ കുറ്റപ്പെടുത്തി. കോടികളാണ് ലഭിക്കാനുള്ളതെന്നാണ് കരാറുകാർ അവകാശപ്പെടുന്നതെന്നും നിജസ്ഥിതി വ്യക്തമാക്കണമെന്നും സി ഷിബിൻ ആവശ്യപ്പെട്ടു. അതേസമയം പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ ബില്ലുകൾ ഭൂരിഭാഗം നൽകിയിട്ടുള്ളതാണെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് കൗൺസിൽ യോഗത്തെ അറിയിച്ചു. തുടർന്ന് വിശദീകരണം നടത്തിയ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് നഗരസഭയിലെ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാതെ കരാറുകാർ കൊട്ടേഷൻ നടപടികളിലൂടെ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതാണ് കാലതാമസത്തിനിടയാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയത്. ടെൻഡർ നടപടികളിൽ പങ്കെടുക്കുമ്പോൾ കെട്ടിവെക്കേണ്ടി വരുന്ന പണം കൊട്ടേഷൻ നടപടിക്രമത്തിൽ വരുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. കരാറുകാരുടെയും പാർലമെന്ററി പാർട്ടി പ്രതിനിധികളുടെയും സംയുക്ത യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. സെപ്റ്റംബർ മാസത്തിൽ സാധാരണ കൗൺസിൽ യോഗം വിളിക്കാതിരുന്നതിനെ യോഗാരംഭത്തിൽ എൽഡിഎഫ് അംഗങ്ങൾ വിമർശിച്ചു. ഒരു അജണ്ട വെച്ച് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നതല്ലാതെ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തില്ലെന്നും നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്നും എൽഡിഎഫ് അംഗം സി ഷിബിൻ വിമർശിച്ചു. സെപ്റ്റംബർ 30 വിളിച്ച കൗൺസിൽ യോഗം സർക്കാർ അവധി പ്രഖ്യാപിച്ചത് മൂലം റദ്ദാക്കിയതാണെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് വിശദീകരിച്ചു. അവധി പ്രഖ്യാപിച്ചത് മൂലം യോഗം റദ്ദാക്കിയത് മറച്ചുവെച്ച് വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് UDF അംഗം സോണിയഗിരി പറഞ്ഞു. നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ട് അളന്ന് തിട്ടപ്പെടുത്താനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ ബിജെപി അംഗം സന്തോഷ് ബോബൻ ആവശ്യപ്പെട്ടു. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ഇടപെട്ട് സംസാരിക്കുകയായിരുന്നു സന്തോഷ് ബോബൻ. വാതിൽമാടം സങ്കേതത്തിലെ സംരക്ഷണ ഭിത്തി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് MP MLA ഫണ്ടുകൾ വിനിയോഗിക്കാൻ മുനിസിപ്പൽ കൗൺസിൽ യോഗം അംഗീകാരം നൽകി. വിഷയവുമായി ബന്ധപ്പെട്ട് മാറ്റി പാർപ്പിക്കേണ്ടി വരുന്ന 4 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി വീട് വെക്കുന്നതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും രജിസ്ട്രേഷന് പണം കണ്ടെത്താൻ കഴിയാത്തത് പ്രതിസന്ധിയായിരുന്നു. എന്നാൽ 3 കുടുംബങ്ങൾക്ക് രജിസ്ട്രേഷനുള്ള പണം CPIM സംഘടിപ്പിക്കുന്ന പ്രാദേശികോത്സവത്തിൽ വെച്ച് ഒക്ടോബർ 19 കൈമാറുമെന്ന് വാർഡ് കൗൺസിലർ KR ലേഖ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. ഒരു കുടുംബം സ്ഥലം കണ്ടെത്തിയ സാഹചര്യത്തിൽ പണം ആവശ്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ലേഖ പറഞ്ഞു. യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു. പിന്നെ അവർ വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ OPയിൽ വന്നിരിക്കുന്ന ആളുകൾ ഒരു 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മണി വരെ 1:30 വരെ ഇരിക്കേണ്ട ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. ഞാൻ തന്നെ ഒരിക്കലും ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്നു. നമ്മളവിടെ ഇരിക്കുന്നു, അങ്ങനെ ഇരുന്നവിടെ ഇരിക്കാൻ ഡോക്ടറെ പോയി ആൾക്ക് ഇരിക്കുന്ന രോഗിയോടൊന്നും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ആളെ കഴിഞ്ഞ് പോകണം, ബാക്കിയുള്ള ആളുകൾ ഇരിക്കാൻ. അത് കഴിഞ്ഞ 1 മണിക്കൂറും 1.5 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് ഈ ആള് വരുന്നത്. അവരുടെ വീട്ടിലേക്കുള്ള കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ OPയിൽ കിട്ടുന്ന സർവീസ്, ഹോസ്പിറ്റലിൽ കിട്ടുന്ന സർവീസ്, ആ സർവീസ് അപര്യാപ്തമായിട്ടുള്ള കാര്യമാണ്. നമ്മളത് മോണിറ്റർ ചെയ്യണം. കഴിഞ്ഞിട്ട് ഇവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് ഈ 4 വീട്ടുകാർ. ഇപ്പോൾ ഞങ്ങള് രാഷ്ട്രീയപരമായിട്ട് ഇവരെ സംരക്ഷിക്കാൻ നമ്മളൊരു സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ CPMന്റെ മഹോത്സവം ഈ 17, 18, 19 തീയതികളിൽ നമ്മുടെ കണ്ടാൻകറയിൽ നടക്കുന്നുണ്ട്. അന്ന് 19-ാം തീയതി നമ്മുടെ ഈ രജിസ്ട്രേഷൻ ഫീസ് 3 വീട്ടുകാർക്കും
രജിസ്ട്രേഷൻ ഫീസ് നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മുതൽ എന്ന് വരെ ബ്ലോക്ക് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കംപ്ലീറ്റ് നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ മാധ്യമങ്ങളാണെങ്കിലും വളരെ വേഗത്തിൽ അത് ചെയ്യുന്നില്ല, മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. 30-ാം തീയതി വരെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. നമ്മൾ ആ ഭാഗം ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അല്ല, യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിലൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ സണ്ണി സിൽക്ക് റോഡിൽ ഒരു